നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷെ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു നിർഭയമായും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ സാധാരണ ഇതിലിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ആവേശത്തിനൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും അപ്പോൾ ഇതുവരെ ഈ ഘടകങ്ങളിലൊന്നും നിർഭയമായിട്ട് ആരും ഒന്നും പറഞ്ഞിരുന്നില്ലേ എന്ന് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തുറന്നു തന്നെ പാർട്ടി ഇതിനെ വിലയിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന മട്ടിലുള്ള അന്വേഷണമാണ്. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിണറായി വിജയൻ വളരെ ഗ്രേസ്ഫുള്ളി വന്ന് മാധ്യമങ്ങളോട് പറയണമായിരുന്നു, ഞാൻ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ല, അതെൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. പകരം അവിടേക്കൊരു വനിതാ മുഖം വരണമെന്നാണ് ഞാനും നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നത്, പക്ഷേ അന്തിമ തീരുമാനം പാർട്ടിയുടേതാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയം മറ്റൊന്നാകുമായിരുന്നു. തളിപ്പറമ്പിൽ പി കെ ശ്യാമളയെ നിർത്തുന്നതിന് പകരം സുകന്യെ അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ, അതേപോലെ ടി എം മധുസൂദനെ പയ്യന്നൂരിൽ മത്സരിപ്പിക്കാതിരുന്നെങ്കിൽ ഒരു 10 സീറ്റുകളെങ്കിലും ഇങ്ങ് പോന്നേനെ എന്നാണ് ചില ആളുകൾ കരുതുന്നത്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന നിലയിൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് CPM ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നു. കെ ശൈലജ ടീച്ചറിനെ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയാകുമായിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതൊരു പിണറായി വിരുദ്ധ വിധിയാണ് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അങ്ങനെയല്ല, പിണറായി നന്നായി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ ജനകീയ നേട്ടങ്ങൾ ജനപ്രിയമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. മറുഭാഗത്ത് പ്രചരണം വളരെ ശക്തമായിരുന്നു, അത് വിജയിച്ചു. ഒപ്പം മൈനോറിറ്റി കൺസോൾട്ടേഷൻ എന്ന മട്ടിലാണ് വിലയിരുത്തലുകൾ പോകുന്നത്. പക്ഷേ പാർട്ടി ഫോറങ്ങളിലെല്ലാം ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. വിമർശനം ഉയരുക തന്നെ വേണം. ആത്മവിമർശനവും വിമർശനവുമാണ് പാർട്ടി എല്ലാ കാലത്തും നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. തിരിച്ചു വരാൻ പറ്റാത്ത ഒരു യാത്രയും പരാജയവും ഒന്നുമല്ലല്ലോ, അല്ലേ? ഇതിലുമേറെ എത്ര ദൂരം പൊരുതി വന്നതാ. അതുകൊണ്ട് പാർട്ടിയൊക്കെ തിരിച്ചു വരും എന്നുള്ളതാണ് പാർട്ടി സഖാക്കളും നേതാക്കളും ഒക്കെ കരുതുന്നത്. കാത്തിരിക്കുക. എല്ലാ പാർട്ടിയും നമുക്ക് വേണം. ജനാധിപത്യത്തിൽ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യമാണല്ലോ ജനാധിപത്യത്തെ കൂടുതൽ വൈബ്രൻ്റ് ആക്കുന്നത്. അധികാരം ഒരു പക്ഷത്ത് മാത്രമായി ചുരുങ്ങുന്നതും കേന്ദ്രീകരിക്കുന്നതും ശരിയേ അല്ല.